വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ സംഘത്തെ അയക്കുന്നതിനെ ചൊല്ലി വിവാദം. കോൺഗ്രസ് നൽകിയ പട്ടിക വെട്ടി കേന്ദ്ര സർക്കാർ ഡോക്ടർ തരൂരിനെ ഉൾപ്പെടുത്തിയതാണ് വിവാദമായത്. കോൺഗ്രസിന്റെ പട്ടിക AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പരസ്യമാക്കിയതിന് പിന്നാലെ തന്നെ ഉൾപ്പെടുത്തിയത് ബഹുമതിയായി കാണുന്നു എന്ന് തരൂർ പ്രതികരിച്ചു. അതേസമയം കോൺഗ്രസിന്റെ അഭിപ്രായം കേൾക്കാൻ സർക്കാർ തയ്യാറാകണമായിരുന്നുവെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് ഓരോ രാഷ്ട്രീയ പാർട്ടിയും നേരത്തെ തന്നെ വിശ്വാസത്തിലെടുക്കാമായിരുന്നു. അവരോട് അഭിപ്രായം ചോദിക്കാമായിരുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആരെയൊക്കെയാണ് നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ അയക്കണമെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായമുണ്ട് എന്നുള്ള കാര്യം രാഷ്ട്രീയ പാർട്ടികളോട് പറയുന്നതിൽ തയ്യാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പലപ്പോഴും കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പറയുന്നതിൽ കഴമ്പുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം കേൾക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ശ്രീനാഥ് ചന്ദ്രൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഈ പറയുന്ന മട്ടിൽ സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ്. ഒരു പാർട്ടിയോട് രംഗത്ത് എടുക്കുമ്പോൾ പാർട്ടിയോട് ചോദിച്ച് പാർട്ടിയിൽ നിന്നാണ് വാങ്ങുക. ഇതിപ്പോൾ ഈ പഹൽഗാം തീവ്രവാദി ആക്രമണം തൊട്ടിങ്ങോട്ടെ ഈ പറയുന്ന രീതിയിൽ തരൂരിൻ്റെ പല പ്രസ്താവനകൾ കോൺഗ്രസിൻ്റെ പ്രതിരോധത്തിലാക്കുന്നത് നമ്മൾ കണ്ടു. തരൂർ പറയുന്നത് ശരിയാണെങ്കിൽ കൂടിയും ഇപ്പോൾ അത് പുതിയ ചർച്ചയ്ക്ക് ഒരു പുതിയ ഏറ്റുമുട്ടലിന് തുടക്കമിടുകയാണോ തരൂരിൻ്റെ പുറത്തേക്കുള്ള പോക്ക്? ശ്രീനാഥ്, ഹഷ്മി, പഹൽഗാം സംഭവത്തിന് ശേഷം പിന്നീടുള്ള നാളുകളിലൊക്കെ തന്നെ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും തരൂരും രണ്ടു ലൈനിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണങ്ങൾ. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തരൂരിന് താക്കീത് നൽകി എന്ന വാർത്ത പുറത്തു വന്നതാണ്. ഏതായാലും തരൂർ അത് നിഷേധിക്കുന്നുമുണ്ട്. അതെന്ത് തന്നെയായാലും പാർട്ടിക്കും തരൂരിനുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പരസ്യമായി തന്നെ ആളുകൾക്ക് തോന്നുന്ന തരത്തിലാണ് ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ. ഇന്നലെ രാവിലെയോടെയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കോൺഗ്രസിനോട് ഔദ്യോഗികമായി പേരുകൾ, 4 പേരുകൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി, നിർദ്ദേശിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന 7 പ്രതിനിധി സംഘങ്ങളുണ്ട്. അതിലേക്കാണ് ഈ 4 പേരുകൾ ചോദിച്ചത്. ഇപ്പോൾ ജയറാം രമേശ് തന്നെ ആ 4 പേരുകൾ പറഞ്ഞപ്പോഴാണ് ഇതിലെ വിവാദം യഥാർത്ഥത്തിൽ പൊട്ടിപ്പുറപ്പെടുന്നത്. ആനന്ദ് ശർമ്മ, അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു മുൻ. ഗൗരവ് ഗൊഗോയ് നമുക്കറിയാം ഡെപ്യൂട്ടി ലീഡറാണ് കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ. സയ്യിദ് നസീർ ഹുസൈൻ രാജ്യസഭാ MP ആണ്. രാജ അബ്രാർ ലോക്സഭയിലെ MP ആണ്. ഈ 4 പേരുകളാണ് കോൺഗ്രസ് നൽകിയത്. അതായത് തരൂരിൻ്റെ പേര് കോൺഗ്രസ് നൽകിയില്ല. നമുക്കറിയാം തരൂർ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഡിപ്ലോമാറ്റിക് ലെവലിൽ, ഈ നയതന്ത്ര തലത്തിൽ വളരെ പ്രവൃത്തി പരിചയമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവ് ശശി തരൂരാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് പോലും ഇത്തരമൊരു നീക്കത്തിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ, വിദേശ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനെ തുറന്നു കാണിക്കാൻ വേണ്ടിയുള്ള പ്രതിനിധി സംഘത്തെ അയക്കുമ്പോൾ അതിൽ തരൂരിൻ്റെ പേര് നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിനും തരൂരിനുമിടയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്നതിൽ അതിന് യുക്തിയുണ്ട്. ആ യുക്തിയുണ്ട്. അതേസമയം കോൺഗ്രസ് ഈ പ്രശ്നത്തെ മറ്റൊരു തരത്തിലാണ് കാണാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ നൽകിയ പേര് എന്തുകൊണ്ട് പരിഗണിച്ചില്ല, ഞങ്ങളുടെ പാർട്ടിയോട് പേര് ചോദിക്കുകയും ഞങ്ങൾ നൽകിയ പേര് പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്ന തരത്തിലാണ് അവർ അതിനെ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് ജയറാം രമേശ് ഈ തരത്തിൽ ഈ പേരുകളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുകയും ചെയ്തത്. ഏതായാലും തരൂർ ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരാവശ്യം വരുന്ന സമയത്ത് അതിന് ഇറങ്ങി പ്രവർത്തിക്കാൻ തനിക്ക് അഭിമാനമുള്ളൂ. അത് ഒരു ബഹുമതിയെ, ഒരു ഹോണറായി താൻ കാണുന്നു എന്നതാണ് തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം. ഏതായാലും ഈ വിവാദം ഈ തരത്തിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാടിനെ എതിർത്തും അനുകൂലിച്ചുമൊക്കെ തന്നെ വിവിധ ആളുകൾ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ആഷ്മി, ഓക്കെ, തരൂർ പറയുന്നതും ശരിയാണ്, അതേസമയം കോൺഗ്രസ് പറയുന്നതും ശരിയാണ്. കാരണം എന്താണ്, അല്ലെന്ന് ഇപ്പോൾ തരൂരിനെ ഉൾപ്പെടുത്താനാണെങ്കിൽ കോൺഗ്രസിനോട് ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിലപാട് തേടേണ്ട കാര്യമില്ല. നിലപാട് തേടിയതിനു ശേഷം ആ പട്ടികയിൽ ഇല്ലാത്ത ഒരാളെ കയറ്റിവിടുന്നത് ശരിയാണെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. അതേസമയം തരൂർ എന്തുകൊണ്ട് ആ പട്ടികയിലില്ല എന്ന ചോദ്യമുണ്ട് കേട്ടോ. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം.